ബാലനാരുടെ ബ്രദർ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ബ്രദറിന്റെ പേരെന്താണ്? ബിസിനസ് വിജയകുമാർ. ഈ ബിസിനസ്സിൽ പാർട്ണറല്ലേ? വിജയകുമാർ. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. അദ്ദേഹം വന്നിട്ട് ഒത്തിരി വർഷങ്ങളായോ? അദ്ദേഹം വന്നിട്ട് ഒരു 15 വർഷത്തോളമായി. പുള്ളി നാട്ടിൽ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അവിടെ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. അധ്യാപകനായിട്ട് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അധ്യാപകന് ഈ ഓട്ടോമൊബൈലായിട്ട് ജേഷൻ പറഞ്ഞുകൊണ്ട് മാത്രം? അത് ഞങ്ങള് 4 സഹോദരങ്ങളാണ്. 4 പേരും ബോംബെയിലാണ്. സെയിം ഓട്ടോമൊബൈൽ ലൈനുമാണ്. എൻ്റെ ഏറ്റവും ഇളയ അനിയനും ഓട്ടോമൊബൈലാണ്. പുള്ളി വണ്ടിയുടെ AC-യുടെ പണി ചെയ്യുവാണ്. അത് നിങ്ങളുടെ കൂടെ തന്നെയാണോ? ഇല്ല, അത് പുള്ളി സെപ്പറേറ്റ് ആണ്. ഈ വിജയകുമാറാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പം ഞങ്ങളെല്ലാം ഇതെല്ലാം ചെയ്ത് കണ്ടവും പുള്ളിക്ക് ഇതിനോട് ഒരു താല്പര്യം തോന്നി. അപ്പോൾ അധ്യാപക വൃത്തി വേണ്ടെന്ന് വെച്ചു. നാട്ടില് പിന്നെ നിന്ന് കഴിഞ്ഞിട്ട് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രോബ്ലം ഉണ്ട് നാട്ടിൽ. അപ്പം പുള്ളി അങ്ങനെ ബോംബെക്ക് വരുവാണ് ചെയ്തത്. വന്നിട്ട് ഇവിടെ ഒരു വലിയൊരു കമ്പനിയിൽ കയറിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നു. വിജയകുമാർ ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുകയാണോ? ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുകയാണ്. അദ്ദേഹത്തിന് മക്കളെ? 2 മക്കളുണ്ട്. മൂത്തവൻ ഇപ്പം +2 പഠിക്കുന്നു. ഇളയവൻ ഇപ്പം 4ാം ക്ലാസ്സിൽ. ഇപ്പോൾ ഇവിടെ ആളുണ്ടല്ലേ? ഇവിടെ ആളുണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകണമെന്നില്ല, ഒരാളിവിടെ നിന്നിട്ട് അടുത്ത? അതെ, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ആവുന്നു. ഇപ്പോൾ ഇത്രയും വർഷം 29 വർഷക്കാലത്തെ ഈ ഇവിടുത്തെ ബിസിനസ് രംഗത്ത് പിടിച്ചു നിന്നതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൻ്റെ വിജയത്തിലോട്ടുള്ള പാത വെട്ടിത്തെളിക്കാനുള്ള ഒരു പ്രധാന കാരണം, നിങ്ങളുടെ ലക്ഷ്യം ഒന്ന്, രണ്ടാമത് എന്തൊക്കെയാണ് അതിൻ്റെ 2-3 ഘടകങ്ങൾ? ഇത്ര നിങ്ങൾ ലേബേഴ്സായിട്ടെല്ലാം വളരെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ 10 വർഷത്തിൽ കൂടുതൽ എൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ലേബർ പ്രോബ്ലം ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും ഇവരെല്ലാം ഉള്ള പഴയ ആൾക്കാരായതുകൊണ്ട് എല്ലാം മാനേജ് ചെയ്ത കാര്യങ്ങളെല്ലാം. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള പോലെ ലേബർ പ്രോബ്ലം ഒന്നും ഇവിടെ ഒരിക്കലും ഇല്ല. നമ്മുടെ നാട്ടിൽ എന്നും കൊടിയല്ലേ. ഇവിടെ കൊടിയെന്നുള്ള ഞങ്ങൾക്ക് അറിയത്തില്ല ഹർത്താൽ എന്താണെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ലേബേഴ്സിൽ മലയാളികളുണ്ടോ? മലയാളികൾ ഇപ്പോഴില്ല. ആദ്യ കാലങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം ഗൾഫിൽ പോയി. ഗൾഫിൽ പോയതാണ്? പതുക്കെ രാജ്യമായിട്ട് നിങ്ങൾ മാറ്റിയതാണ്? അല്ലല്ല, അവർ മലയാളിയാണെങ്കിൽ ഗൾഫാണല്ലോ, വേറെ ഒരു രാജ്യത്ത് ജോലിയില്ലല്ലോ. അപ്പം അങ്ങനെ പോയതാണ്. നമ്മളൊരിക്കലും അങ്ങനെ ആരെയും മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഉള്ളവരെല്ലാം മഹാരാഷ്ട്രക്കാർ തന്നെയാണ്? ഇല്ല, മഹാരാഷ്ട്രനും UP, ബീഹാർ. ബാക്കി മലയാളികൾ ഇപ്പം ബോംബെയിൽ ഞങ്ങളുടെ ലൈനിൽ ഇല്ല. ഒരു ടെക്നിക്കൽ ലൈനിലും ഇല്ല. ആരും മലയാളികൾ ബോംബെയിൽ വരുന്നില്ല. എല്ലാവരും ഗൾഫാണ്. ടോട്ടലി ഗൾഫാണ്. ഇങ്ങോട്ട് ആരും വരുന്നില്ല. ഒരു മലയാളി ഒരു 10 വർഷത്തിനുള്ള ഒരു മലയാളി ഇവിടെ കാണത്തില്ല. അതെല്ലാം 10 വർഷത്തിന് ബാക്കിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കമ്പനിയിൽ ഏതെങ്കിലും ജോലി കിട്ടി വന്ന ലാർസൺ ടൂബ്രോ അങ്ങനെയൊക്കെയുള്ള കമ്പനിയിൽ ജോലി കിട്ടി വന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ടെക്നിക്കൽ ലൈനോട്ട് ആരുമില്ല. ഈ വിജയം എങ്ങനെ നിലനിർത്തി? ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നു. ഇത്രയും വർഷക്കാലമായിട്ട് ഗ്രാജുവലാണെങ്കിലും ഭയങ്കര ഡെവലപ്മെൻറ്റിലാണല്ലോ വന്നേക്കണേ. സ്വാഭാവികട്ടെ ഈ വിജയം നിലനിർത്തി പോരാനുള്ള, ശരിക്കും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലനാർക്ക് എന്താ തോന്നുന്നത്? അതിൻ്റെ പ്രധാന ഘടകം ഹാർഡ് വർക്കാണ്. വേറെ അല്ലാതെ. പിന്നെ സത്യസന്ധത. അതെ. പിന്നെ നമ്മൾ വരുന്ന ക്ലയൻറ്റിനോടുള്ള പെരുമാറ്റ രീതി അല്ലേ? അതെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ. വീട്ടുകാരൊക്കെ എങ്ങനെ? വൈഫും മക്കളൊക്കെ വണ്ടിയോടുള്ള ക്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ? വണ്ടി ഓടിക്കും. ഓടിക്കും. ശരി. ഏത് വണ്ടിയാണ് ഇപ്പോൾ? സ്വന്തമായിട്ടുള്ള എസ്റ്റീമാണ്. അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് എസ്റ്റീമായിട്ട്. എസ്റ്റീം നല്ല വണ്ടിയാണ്. ശരിയാ, സുസുക്കി. പക്ഷേ പിന്നെ വേറെ ആരും ഉണ്ട്. ബാലിന് വേണമെങ്കിൽ ഇപ്പോൾ മോള് പറയണം, എനിക്കൊന്ന് വേറെ ഒരു ടയോട്ടോ അടിച്ച ഉള്ളാച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ടൊയോട്ട എടുത്തിട്ട് വരാം. അതെ, കാരണം ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിക്കാണെങ്കിലും ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആ ടൈപ്പ് ആവും. ഇപ്പം നമ്മളൊരു വണ്ടി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം. അല്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ. അവർക്ക് ടെൻഷനില്ല, അവർ നോക്കി ചെയ്തു തരും എന്നുള്ളൊരു സന്തോഷമാണ്. അങ്ങനെ വേറെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഏത് വണ്ടി എടുത്തിട്ട് അങ്ങനെ ഫാമിലിയായിട്ട് പോകാറില്ലെങ്കിൽ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു നമുക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ അല്ലേ? ഏത് വണ്ടിയാണെങ്കിലും. ഇപ്പം ഡ്രൈവ് ചെയ്തിട്ട് ദൂരെയൊക്കെ പോവോ വൈഫ്? ഈ സിറ്റിയിലൊക്കെ വണ്ടി ശരിക്കും ഓടിക്കും അല്ലേ? ബോംബെ നഗരത്തിലൊക്കെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ സാറേ കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്നാ 14 വർഷം കൊണ്ട് ഓടിക്കും. മോനുണ്ടായ സമയം മുതൽ ഓടിക്കും. അതിന് മുമ്പോട്ട് കൈനറ്റിക് കൊണ്ടായിരുന്നു. ശരി. ഡൽഹിയിൽ വണ്ടി ഓടിക്കുമായിരുന്നു? ഇല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പഠിപ്പിച്ചതല്ലേ. മോനെ